സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു മൂവി, അതിലെന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു ഇത് പറയാമോ? സന്മനസ്സുള്ള സമാധാനം മൊത്തത്തില് രസകരമാണ്. അതിന്റെ അത് ഷൂട്ട് ചെയ്തത് എറണാകുളത്താണ്. ശ്രീനിവാസൻ, മോഹൻലാല് ഒക്കെ ഉള്ള പടമാണത്. അതിന്റെ എനിക്ക് അതിലെ ഏറ്റവും ഓർമ്മയുള്ളത് ശ്രീനിവാസൻ ലളിത ചേച്ചിയെടുത്ത് പറയുന്ന ഒരു വാർത്തയുണ്ട്. ഇൻസ്പെക്ടർ പുല്ലാണെന്ന് ആരാ പറഞ്ഞത് ചോദിക്കുന്നത്, പുള്ളി തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇവരാണ് പറഞ്ഞത്. ആ ഒരു സീൻ ഉണ്ടല്ലോ, അത് അപ്പൊ ഒരു ജീപ്പ് ഇങ്ങനെ വന്ന് നിന്നിട്ട്, ഈ ഓർമ്മയുണ്ട്, ജീപ്പ് ഇങ്ങനെ വന്ന് നിന്നിട്ട് തിരിഞ്ഞു പോണ ഒരു സീനാണ്. ജീപ്പ് നിൽക്കുന്നതിന് മുന്നേ ശ്രീനിവാസൻ ചാടി ഇറങ്ങി വീഴാൻ പോണ ഒരു സീനുണ്ടായിരുന്നു. നമ്മളൊക്കെ ചിരിച്ചു പോയി. ലാലിന് ആ പടം കാണുമ്പോ ലാലിന് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അത് ലാലിന് ചിരിയൊക്കെ അമർത്തിയിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഈ ഭാഗ്യവാൻ എന്ന് പറയുന്ന ഒരു പടമുണ്ട് ശ്രീനിവാസൻ സാറിന്റെ. അതിലൊരു വേർഡ് ഉണ്ട്, എന്താ അലഭ്യലഭ്യശ്രീ, എന്തോ ഒരു കിട്ടാത്ത ജാതകത്തിലൊരു യോഗം ഉണ്ട്. അങ്ങനെ യോഗമൊന്നുമില്ല, ഇല്ല. വെറുതെ ചുമ്മാ മൂവിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അലഭ്യലഭ്യശ്രീ, കിട്ടാത്ത കിട്ടുന്നു, അങ്ങനെ എന്താണ് അതിനർത്ഥം. അതില് ജഗദീഷ് സാറ് അല്ലേ എന്ത് പഴം വിഴുങ്ങുന്ന സീനോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു മൂവിയുടെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഈ ഭാഗ്യവാൻ എന്ന് പറയുന്ന ഈ മൂവിയുടെ? ഭാഗ്യവാൻ പടം നല്ല കോമഡി പടമായിരുന്നു. അതിങ്ങനെ ഈ അയാൾ വിചാരിച്ചൊന്നും അയാൾ കിട്ടില്ല, അപ്പോഴ് വേറെ ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യും. മനസ്സിലായോ കാര്യം വന്നത്? എനിക്ക് കിട്ടില്ല, പക്ഷെ ഞാൻ വിചാരിച്ച വേറെ ആൾക്ക് കിട്ടും. അതാണ് അതിന്റെ മൂവി. നല്ല മൂവിയായിരുന്നു അത്, പക്ഷെ ആ മൂവിയൊന്നും അങ്ങോട്ട് കത്തിയില്ല. പണ്ടത്തെ പടങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ആൾക്കാർ അതിലെ ഡയലോഗ്സ് ആകട്ടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിറ്റാന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയില് തരംഗമാവുന്നത് പഴയ പടങ്ങളാണ്. നിങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒത്തിരി പടങ്ങളുടെ സന്ദേശം, ഒരു പൊളിറ്റിക്കൽ ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ സന്ദേശം. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇലക്ഷൻ നടന്ന സമയത്താണെങ്കിലും ഈ സന്ദേശത്തിലെ ഡയലോഗ്സ് ആണ്. ഡയലോഗ്സ് ആകട്ടെ, സീൻസ് ആകട്ടെ, എല്ലാം ട്രോളായിട്ട് സമാധാനം. പഴയ പടങ്ങളിൽ അങ്ങനെ ഒത്തിരി ഡയലോഗ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇതെല്ലാം നിങ്ങൾ സ്പോട്ടില് സെറ്റ് ചെയ്യുന്നൊക്കെയാണ്? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒന്നുമില്ല. പകുതി എഴുതിയത് തന്നെയാണ്. ഇപ്പൊ ശ്രീനിവാസനെ മാതിരിയുള്ള ഒരാൾക്ക് ഡയലോഗ് എഴുതാൻ എന്ത് പ്രശ്നം? ശ്രീനിവാസനെ മാതിരിയുള്ള ഒരു പ്രതിഭ, അയാളുടെ ഒരു കഴിവ് ഭയങ്കരമാണ്. അങ്ങനെ ഒരു കഴിവ് ഇനി ഇല്ല ഒരാൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം. 2009 മുതലാണ് എന്താ പറയാ ഒരു മൂവി എന്നുള്ള രീതിയിലോട്ട് മാറിയത്, ഒരു കരിയർ ബ്രേക്ക് ഒക്കെ എടുക്കാൻ തുടങ്ങി. അതെന്തായിരുന്നു? അങ്ങനെ ഒരു മൂവി അല്ലെങ്കിൽ കുറച്ച് മൂവീസിന്റെ എണ്ണം കുറയാൻ തുടങ്ങി സാറ് ചെയ്ത് ആൾക്കാർ വിളിക്കാതെ? വെരി സിമ്പിൾ. വേറെ കഴിവുള്ളവർ വന്നു, എന്റെ കഴിവ് കുറഞ്ഞു പോയി, അത്ര തന്നെ. വേറെ ഒന്നും പറയാനില്ല, സത്യമാണ്. അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്കുള്ള ഇപ്പൊ ഡയറക്ടറായാലും ശരി, എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംവിധായകന്മാരും അല്ലെങ്കിൽ അതൊക്കെ കുറഞ്ഞു തുടങ്ങി. സത്യൻ അന്തിക്കാട് സാറായിട്ട് ഒത്തിരി മൂവി ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാറുമായിട്ടുള്ള ഒരു നല്ല ഓർമ്മ പറയാൻ പറഞ്ഞ സാറിന് എന്തായിരിക്കും ഉള്ളത്? ഒരു സൗഹൃദം, നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ട് ഇപ്പോഴും, പക്ഷെ ഇപ്പൊ വിളിക്കാറില്ല. നല്ലൊരു ഓർമ്മ ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമകളുടെ? ഒരുമിച്ച് ചെയ്ത എല്ലാ സിനിമകൾക്കും നല്ല നല്ല ഓർമ്മകൾ ഒരുപാടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതാണ് സത്യം. ഈ ലാലേട്ടൻ അല്ലാണ്ട് വേറെ ഏത് ആർട്ടിസ്റ്റ് ആണ് സാറിന് ഒരു വാവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അതായത് ഇതൊരു ഗംഭീരായിട്ടുള്ള ഒരു നടി അല്ലെങ്കിൽ നടൻ സാറിന് തോന്നിയിട്ടുണ്ട്? അതിലൊരു മാറ്റമില്ല. ഒരു സെക്കൻഡ് ഒരു ഓപ്ഷനും കൂടെ പറയാൻ പറഞ്ഞാൽ ആരെ പറയായിരിക്കും ഒരു നടിയിൽ സാറ്? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഉർവശി മാം പറഞ്ഞു, ലാലേട്ടനും പറഞ്ഞു, എന്നാലും സാറിന്റെ ഇതിൽ തോന്നിയിട്ടുള്ള വേറൊരു, ഇവരല്ലാണ്ട് വേറെ ആരെങ്കിലും? നടി വളരെ കുറവാ. ആരെയും തോന്നിയിട്ടില്ല. ഈ സിനിമയിലെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്? ശരിക്കും ജെന്വിൻ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വസിക്കാൻ പറ്റില്ല അതുള്ളതാണ്? നമ്മളിപ്പോ താൻ തന്നെ ഉണ്ട്, താൻ പറയണതൊക്കെ സത്യമാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് അല്ലേ സാർ ചോദിക്കുന്നത്? സിനിമയിലെ സൗഹൃദങ്ങൾ വളരെ കുറവാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. എനിക്കങ്ങനെ ആരുമായിട്ട് വലിയ സൗഹൃദമൊന്നുമില്ല. കാണുമ്പോ ഹലോ ഇത്ര തന്നെ. അല്ലാണ്ട് സൗഹൃദം ഇപ്പൊ ശ്രീനിയായിട്ട് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ലാലായിട്ട് മമ്മൂട്ടിയായിട്ട് ഒരു പരിധി വരെ സൗഹൃദമുണ്ട്, സംശയമൊന്നുമില്ല. 47 വർഷമായി ഓൾമോസ്റ്റ് സാർ ഈ ഒരു കരിയർ തുടങ്ങിയിട്ട്. അത്രയും കായോ? 47 എന്ന് പറയുന്നത് ഏതാണ്ട് കഴിയാറായിരുന്നു. 47 വർഷം എന്ന് പറയുന്നത് ഒത്തിരി അനുഭവങ്ങളുള്ള ഒരു ലൈഫ്. പലരും ഓർമ്മയില്ല, അതാണ് സത്യം.
പലതും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല, അതുകൊണ്ട് വെച്ചോ. സാറിന്റെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതി എങ്ങനെയാണ്? ഇപ്പൊ എങ്ങനെയാണ് സാറിന്റെ ഒരു ദിവസം പോകുന്നത്? സിനിമകൾ വളരെ കുറവാണ്. എന്നെ വിളിക്കാറില്ല അധികം പേര് വിളിക്കാറില്ല. വിളിക്കുന്നവരെന്നെ വളരെ കുറവാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നതൊക്കെ നല്ല സിനിമകളാണ്. സാർ ഇനി ഉടനെ ഏതെങ്കിലും ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്യാനായിട്ടുള്ള? അല്ല, എനിക്ക് ഒരു ഡയറക്ടോറിയൽ വെഞ്ചർ ഉണ്ട്. അത് ആ പടം വരുവാണെങ്കിൽ അത് വളരെ ഡിഫറെന്റ് സിനിമയാണ്. അപ്പൊ ഇനി സിനിമാറ്റോഗ്രാഫി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും പുതിയ പടം ചെയ്യാനായിട്ടുള്ള പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമുക്ക് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സിനിമയിൽ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല ആർക്കും തന്നെ. ഇയാളെ വിളിച്ച് ഇയാളെ കൊണ്ട് ചെയ്യുക അങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. എന്നെ ആരും വിളിക്കാറുമില്ല. അതിൽ വിഷമമുണ്ടോ സാറിന്? ലൈക്ക് ഇങ്ങനെ ഇല്ലല്ലോ, ഓരോ കാലഘട്ടമല്ലേ അത്. അതിങ്ങനെ കാലം മാറി മാറി വരുമ്പോ നമ്മൾ ബാക്കിലോട്ട് പോകും. അത് നാച്ചുറൽ, ഇത്രേ ഉള്ളൂ. ഈ പുതിയ തലമുറയ്ക്ക് സാർക്ക് ഒരു എന്താ പറയാ, സാറിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്തായിരിക്കും പറയാ? ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുക, സത്യസന്ധമായിട്ട് പരിപാടികൾ ഇടുക, അല്ലെങ്കിൽ പെരുമാറുക, അല്ലെങ്കിൽ മനസ്സ് ഓർക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കള്ളത്തരം കാണിച്ചിട്ടൊന്നും സിനിമയിൽ രക്ഷപ്പെടാൻ പറ്റില്ല. നിലവിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ കാണാറുണ്ടോ? അതായത് ഈ സോഷ്യൽ മീഡിയ സാർ യൂസ് ചെയ്യാറില്ല? യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ല. എനിക്ക് ഒരിക്കലും ഒരു എന്താ പറയാ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് അല്ല. പൊളിറ്റിക്സ് താല്പര്യമില്ല. സാറിന് സിനിമയാണ് സാറിന്റെ അൾട്ടിമേറ്റ്? അല്ല, സിനിമ തന്നെയാണ്, മാറ്റമില്ല. സിനിമ ആദ്യവും അവസാനവും സിനിമ തന്നെ, അതിനപ്പുറം ഒന്നുമില്ല. സിനിമയിൽ തന്നെ ഇനിയിപ്പോ സിനിമയിൽ തന്നെ മരിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഒരു ദിവസം കാലത്ത് എണീറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന എന്റെ മനസ്സിനകത്തുണ്ട്. എന്റെ ഭാര്യ അടുത്ത് പറഞ്ഞ ഭാര്യ ചീത്ത പറയും, അതെന്തിനാ അതൊക്കെ പറയാൻ പോയത്. കാരണം അവൾക്ക് ഞാൻ മരിക്കണ ഇഷ്ടമല്ലല്ലോ, അവൾക്ക് ഞാൻ ജീവനോടെ ഇരിക്കണം എന്ന് തന്നെയാണ് ഇഷ്ടം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നും ഇയാൾ ഒരു ഓർമ്മ വേണം. നമ്മുടെ ജീവിതം ഇന്ന മാതിരി ആയിരുന്നു എന്ന് ആൾക്കാർക്ക് ഓർമ്മ വേണം. അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ സാറിന്റെ ആരോഗ്യം എങ്ങനെയാണ്? ഇപ്പൊ ഒരു ദിവസം എങ്ങനെയാണ് സാറിന്റെ ഒരു അല്ല, എനിക്കിപ്പോ അടുത്ത കാലത്ത് ഞാൻ ഒരു വർഷം മുമ്പ് എനിക്കൊരു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞാൻ ഒന്നും ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുക, പതുക്കെ. അതിങ്ങനെ മുന്നോട്ട് അതുവരെ പോകുന്നുള്ളത് എനിക്ക് അറിഞ്ഞു. അപ്പൊ എന്തായാലും നമുക്കിനി ഒത്തിരി സാർ ആഗ്രഹിച്ച പോലെ ഡയറക്ഷൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല, അത് സത്യമല്ലേ പറഞ്ഞതിന്റെ അടുത്ത്? ആണ്. അപ്പൊ ആ ഒരു മൂവി നമുക്ക് കാണാൻ പറ്റട്ടെ, അത് വലിയൊരു വിജയമായിട്ട് മാറട്ടെ. സാറിന്റെ ആരോഗ്യം പൂർണ്ണ ഭേദമാകട്ടെ, എല്ലാ രീതിയിലും ആരോഗ്യവാനായിട്ട് മാറി. ഞാൻ ഏതൊരു ഇതിൽ കേട്ടായിരുന്നു, എനിക്ക് 100 വയസ്സ് വരെയൊക്കെ എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു രീതിയിലൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 100 അല്ല 150 വർഷം സാറിനെ ജീവിക്കാനുള്ള ആരോഗ്യം ദൈവം നൽകട്ടെ.